ഒരു സോഷ്യോളജിസ്റ്റ്, ഒരു മലയാളിയായ സോഷ്യോളജിസ്റ്റ്, കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സോഷ്യോളജിസ്റ്റ്, കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഈ ഒരു വീക്കിൽ, ഈ കഴിഞ്ഞ ഇന്നിപ്പോൾ എന്താ ദിവസം, ബുധനാഴ്ച, ഒരു പക്ഷേ കഴിഞ്ഞ വീക്കെൻഡിൽ ഒരു സംസാര മധ്യ എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഭർത്താവിനെക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുടെ സൊസൈറ്റി കൂടുതലും ഒരു സൊസൈറ്റി എന്ന നിലയിൽ മുസ്ലിം സ്ത്രീകളാണ്. ഒരു സോഷ്യോളജിസ്റ്റിന്റെ വ്യാഖ്യാനം. നിങ്ങളിൻ്റെ കൂടെയില്ല. മുസ്ലിം സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന അത്ര ഹിന്ദു സ്ത്രീകളോ ക്രിസ്ത്യൻ സ്ത്രീകളോ ഭർത്താക്കന്മാരെ വഞ്ചിക്കാറില്ല എന്ന് കേരളത്തിലെ ഒരു പ്രഗത്ഭനായ സോഷ്യോളജിസ്റ്റ് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ വായിൽ ഒരു കാര്യം എത്തിയാൽ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതുകൊണ്ടാണെന്നും ഈ സോഷ്യോളജിസ്റ്റ് എന്നോട് പറഞ്ഞു. ഇവർക്ക് തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ കഴിയും, എല്ലാം കഴിയും. പക്ഷെ എവിടെ ബന്ധമില്ല, ഹൃദയ ബന്ധമില്ല. സൂഫിയുടെ പ്രണയകാവ്യം എന്ന് പറയുമ്പം അത് ലയന, ജമാലിൽ ലയിക്കുക, അതെന്നാ സൂഫി. ഇപ്പം നമ്മൾ 200 പറയാനുള്ളത് തന്നെ സൂഫിയാകുക. അത് സൂഫിയുടെ പ്രണയകാവ്യ. സൂഫിക്ക് ലയനാണ്. ആരിൽ ലയിച്ചു? അള്ളാഹുവിൻ്റെ ദിക്റിൽ ലയിച്ചു. അള്ളാഹുവിൽ ലയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അത് പിന്നെ അദ്വൈതം എന്ന് പറഞ്ഞുണ്ടാക്കും. എന്തിൽ ലയിച്ചു? പറയും. എന്താണ് ദിക്ർ? ഇത് വേസ്റ്റ് മാനേജ്മെന്റാ. ഇതല്ല ദിക്ർ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. ഇന്നൽ കലാമ, യഥാർത്ഥത്തിൽ സംസാരം, ലഫിൽ ഫുആദി, ഹൃദയത്തിലാണ്. വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. വഇന്നമാ ജുഇലൽ ലിസാൻ, നാവിനെ ആക്കപ്പെട്ടത്, അലൽ ഫുആദി ദലീല, ഹൃദയത്തിന്റെ പ്രതലത്തിൽ ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് എന്ന് അറിയിക്കൽ മാത്രമാണ് നാവിന്റെ ധർമ്മം. തിരിഞ്ഞില്ല. ബാപ്പാ എന്നൊരാൾ ബാപ്പാനെ വിളിച്ചാൽ ബാപ്പ എന്നതിലേക്ക് നിന്റെ ഹൃദയത്തിന്റെ പ്രതലം പൊങ്ങി, നിന്റെ ഹൃദയത്തിന്റെ പ്രതലത്തിൽ ബാപ്പ എന്നൊരു രൂപം പൊങ്ങി വന്നിട്ടുണ്ട് എന്നത് അറിയിക്കൽ മാത്രമാണ് ആരുടെ ധർമ്മം? നാവിന്റെ ധർമ്മം. ഹൃദയത്തിൽ പൊങ്ങാതെ നാവ് പറഞ്ഞാലോ നിഫാഖ്. അവസാന യഖ്റഊനൽ ഖുർആൻ, അവസാന കാലത്ത് ജനങ്ങൾ ഖുർആൻ ഓടും. ഫലാ യുജാവിസു തറാഖിയഹും, തൊണ്ടക്കുഴിന്റെ അടിക്ക് ബന്ധം ഉണ്ടാവില്ല. അപ്പം വരികൾ ഇങ്ങനെ ഭംഗിയാവും. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓടും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 21ാം നൂറ്റാണ്ട് 2050 എന്ന വർഷത്തിനുള്ളിൽ, 2050 എന്ന വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാളാകാതെ നിൽക്കുകയാണെങ്കിൽ 2040 2050 ആകുമ്പോഴത്തേന് കേരളത്തിലെ മൊത്തം ജനതയും തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതുന്നതാണ് എൻ്റെ വിഷയം. പക്ഷെ ഖുർആൻ അവരിലുണ്ടാവില്ല, തജ്വീദ് ഉണ്ടാവും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഇപ്പൊ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. എൻ്റെ ഭാര്യ തന്നെ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പഠിപ്പിക്കും. അവരെ കീഴിൽ അനവധി ആളുകൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം തള്ളിച്ചാണ് തജ്വീദ് അനുസരിച്ച് പഠിക്കാൻ. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അപ്പൊ ഇതൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓത്തുപള്ളിയിൽ നിന്ന് പഠിച്ചതിന് അപ്പുറം എന്തുണ്ടാവില്ല, പഠിക്കാൻ അതൊരു വിഷയമായി പഠിക്കൂല, അതൊന്നും നമുക്ക് കഴിയൂല. അപ്പൊ ഒരു കടകട ഖുർആനെ പഴയ കാലത്ത് ഓതിയിട്ടുള്ളൂ. പക്ഷെ കൽബിൽ എന്തുണ്ട്? ഖുർആനുണ്ട്. ഇനി നമ്മൾ സ്മൂത്തായി വളരെ മനോഹരായി മുജവ്വദായ ഖുർആനോടും തറാഖിയും എവിടേക്കിറങ്ങൂല, കൽബിനടിക്കിറങ്ങൂല. തജ്വീദ് ആയ ഖുർആൻ ഓതി ഭർത്താവിനെ വഞ്ചിക്കാൻ മടി ഉണ്ടാവില്ല. എന്താ പറഞ്ഞു? തജ്വീദിൽ ഖുർആൻ ഓതി ഭർത്താവിനെ വഞ്ചിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. ഒരു സോഷ്യോളജിസ്റ്റ്, ഒരു മലയാളിയായ സോഷ്യോളജിസ്റ്റ്, കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സോഷ്യോളജിസ്റ്റ്, കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഈ ഒരു വീക്കിൽ, ഈ കഴിഞ്ഞ ഇന്നിപ്പോൾ എന്താ ദിവസം, ബുധനാഴ്ച, ഒരു പക്ഷേ കഴിഞ്ഞ വീക്കെൻഡിൽ ഒരു സംസാര മധ്യ എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഭർത്താവിനെക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങളുടെ സൊസൈറ്റി കൂടുതലും ഒരു സൊസൈറ്റി എന്ന നിലയിൽ മുസ്ലിം സ്ത്രീകളാണ്. ഒരു സോഷ്യോളജിസ്റ്റിന്റെ വ്യാഖ്യാനം. നിങ്ങളിൻ്റെ കൂടെയില്ല.
മുസ്ലിം സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന അത്ര ഹിന്ദു സ്ത്രീകളോ ക്രിസ്ത്യൻ സ്ത്രീകളോ ഭർത്താക്കന്മാരെ വഞ്ചിക്കാറില്ല എന്ന് കേരളത്തിലെ ഒരു പ്രഗത്ഭനായ സോഷ്യോളജിസ്റ്റ് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ വായിൽ ഒരു കാര്യം എത്തിയാൽ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതുകൊണ്ടാണെന്നും ഈ സോഷ്യോളജിസ്റ്റ് എന്നോട് പറഞ്ഞു. ഇവർക്ക് തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ കഴിയും, എല്ലാം കഴിയും. പക്ഷെ എവിടെ ബന്ധമില്ല, ഹൃദയ ബന്ധമില്ല. സ്വരഭംഗിയുള്ളൂ. തജ്വീദ് പഠിക്കണം എന്നൊന്നും ഇതിനർത്ഥമില്ല. പഠിക്കണമാണ്, പഠിക്കാൻ അവസരം കിട്ടിയാൽ ഒക്കെ പഠിക്കണം. പക്ഷെ എവിടെ ഇല്ല, പറ എവിടെ ഇല്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതിന് സൗകര്യങ്ങളുണ്ട്. അപ്പൊ തജ്വീദ് പഠിക്കലിന് വാജിബാണ്. എന്തുകൊണ്ട്? സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഈ തജ്വീദ് എവിടെയുള്ളൂ? ഈ ലാസ്റ്റ് നാവിന്റെ പുറം ലെയറിൽ. എന്നോട് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സോഷ്യോളജിസ്റ്റ് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ പറഞ്ഞത് നിങ്ങളോട് പറയുന്നത് കൊണ്ട് കാര്യമുണ്ട്. നിങ്ങൾ സൊസൈറ്റിയിൽ പറയും, നിങ്ങളാരും ഭയപ്പെടാതെ പറയും. 1, 2, നിങ്ങളിൽ നിന്ന് പുറത്ത് ആയിരക്കണക്കായ ആളുകൾ പ്രാഥമികമായി തന്നെ കേൾക്കും. അപ്പോൾ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരും. കേരളത്തിലെ മൊത്തം സ്ത്രീകളെ എടുത്ത് പരിശോധിച്ചാൽ ഭർത്താവിനെ വഞ്ചിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത പെണ്ണുങ്ങളുടെ സമുദായം മുസ്ലിം സ്ത്രീകളാണ്. അവരെടുത്ത കണക്കാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇത് തമാശയാണെന്ന് നിങ്ങൾ വിചാരം? അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത്. ഞാൻ വളരെ വേദനിച്ചു. വേദനയാണത്. അതേസമയം നിസ്കരിക്കും, ഭർത്താവിനെ വഞ്ചിക്കുകയും ചെയ്യും. നിസ്കരിക്കും, നോമ്പോൽക്കും, സുന്നത്തും പോൽക്കും, ദിക്റിയല്ലും. പക്ഷെ ഖുർആനോലും എവിടെയില്ല, ഇങ്ങോട്ടിറങ്ങൂല. ഇത് ആഖിറസമാനാണ്. എന്താ പ്രശ്നം? റബ്ബിന്റെ ജമാല് കാണാത്തതാ. റബ്ബിന്റെ ജമാല് കണ്ടാൽ, നിന്റെ ഭാര്യയുടെ ഭംഗി നീ കണ്ടാൽ നിനക്ക് പുറത്തും ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. തിരമറിച്ച് നിന്റെ ഭാര്യ നിനക്കൊരു ഭോഗവസ്തുവാണ് എങ്കിൽ, നിനക്കൊരു ഭോഗവസ്തുവാണ്, ഇനി വേറെ ഭോഗവസ്തു നിനക്കുണ്ടാവാം എങ്കിൽ നിനക്ക് എന്തുവാൻ കഴിയും? ശ്രദ്ധിക്കേ, നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവണില്ലേ? നിനക്ക് ഭാര്യ ഒരു ഭോഗവസ്തു ആകാം. ചിലപ്പോൾ ഭാര്യ നിന്റെ നിന്റെ ഹൃദയത്തിൽ തൊട്ട ഒരാളുമാകാം. നീ ആ പെണ്ണിന്റെ ജമാലിനെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഹൃദയത്തിൽ തൊടുക. അപ്പോൾ അവളെ അപ്പുറം നിനക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതേസമയത്ത് നീ അവളെ അനുഭവിക്കും. എന്തുണ്ടാവില്ല? ജമാലിനെ ഉൾക്കൊള്ളൂല എങ്കിൽ നിനക്കിതൊരു ഭോഗവസ്തു മാത്രമാണ്. ഭാര്യയുടേതായ കുറ്റത്തിന് തൻ്റെ ത്വലാഖ് ചെല്ലേണ്ടി വന്ന ഒരു സഹോദരൻ ത്വലാഖിനെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് ത്വലാഖിനെ പറ്റി നടക്കുന്ന ദിവസം എൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഫോണിലാണ്, എന്നാലും കരഞ്ഞു. ഈ ത്വലാഖ് അനിവാര്യമാണെന്ന് അയാളോട് പറഞ്ഞത് ഞാനാണ്. ഇനി ത്വലാഖാണ് നല്ലത്. അയാൾക്കും അറിയാം ത്വലാഖാണ് നല്ലത്. ഈ മനുഷ്യന്റെ ആയുസ് നശിപ്പിക്കാണ്. എന്നിട്ടും ത്വലാഖ് ചൊല്ലാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ആ പരസ്പര ബന്ധത്തിൻ്റെ ആ കുറഞ്ഞ കാലാണെങ്കിലും കൂടെ ജീവിച്ചതിൻ്റെ അഗാധമായ ഓർമ്മകൾ ആ മനസ്സിനെ സ്വാധീനിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട്? ഇവിടെ വിഷയം എന്താണെന്നറിയോ? അത് ആ ജമാല്, ആ കൂടെ കഴിഞ്ഞ ഓർമ്മയുടെ ജമാല് അയാളെ സ്വാധീനിച്ചു. അപ്പോൾ അവരെ നിർബന്ധത്തിനാണ് ത്വലാഖിലാണ്. അയാൾക്കൊരേ ത്വലാഖാണ് നല്ലത്. പക്ഷെ പൊട്ടിക്കരഞ്ഞു, വാക്കുകൾ കിട്ടിയില്ല. നിന്റെ ഭാര്യ നിനക്കൊരു ഭോഗവസ്തു ആണെങ്കിൽ നിനക്കങ്ങനെ വരില്ല. നിനക്ക് ഇതിനേക്കാൾ ഭോഗവസ്തുക്കൾ ഇനിയും കിട്ടും. ഇന്ന് ഹൃദയം മനുഷ്യന് ഒരു അനാവശ്യ അവയവമാണ്. ഹൃദയമുള്ളവൻ ഇന്ന് എവിടെയും ചവിട്ടി പുറത്താക്കപ്പെടും. ഹൃദയം ഉണ്ടാൻ പാടില്ല. നിന്റെ ഹൃദയം നിനക്ക് റബ്ബിനെ അറിയാനാണ്. അപ്പം അറിയുമ്പോൾ നിന്റെ കൽബ് ചൊല്ലും. നീ 33 ചൊല്ലിക്കോണമെന്നില്ല. പക്ഷേ നീ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിലൊരു അഴകുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഒരു അഴകുണ്ട്. അതാണ് സുബ്ഹാനല്ലാഹ്. അത് തംലഉൽ മീസാൻ, അത് മീസാനൻ, അത് മാ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമി നിറക്കാൻ എന്ത് മതി? ഒരു സുബ്ഹാനല്ലാഹ് മതിയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. അത് നിനക്ക് നിന്റെ ഭാര്യയുടെ മുഖത്ത് നിന്ന് കിട്ടും, നിന്റെ കുട്ടീൻ്റെ മുഖത്ത് നിന്ന് കിട്ടും. അവനെ നോക്കുമ്പോൾ നീ അൽഹംദുലില്ലാഹ് എന്ന് പറയും.
അൽഹംദുലില്ലാഹ്. ഇപ്പം കെട്ടിക്കാൻ പ്രായമായ എൻ്റെ ഒരു മോള് ഒരു പുതിയാപ്പിളക്ക് പിടിച്ചു കൊടുക്കണം. അങ്ങനെ പ്രായമായ ഒരു മോളെ കാണുമ്പോൾ നീ ഒരു പുതിയാപ്പിളക്ക് പിടിച്ചു കൊടുക്കാൻ പ്രായമായ ഒരു കുട്ടിയെ കാണുമ്പോൾ നീ 100 വട്ടം പറ അൽഹംദുലില്ലാഹ്. പടച്ചോനെ, ഒരാൾക്കൊരു ഭർത്താവിനെ ഇണയാക്കി കൊടുക്കാൻ പോകുന്ന രൂപത്തിൽ എൻ്റെ മോളെ നീ എനിക്ക് തന്നില്ലേ, അതെൻ്റെ സന്തോഷമല്ലേ. അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അവിടെ നീ കാണുന്ന റബ്ബിൻ്റെ അഴകാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് റബ്ബിൻ്റെ അഴകാണ്. അവർ നല്ലൊരു പാട്ട് പാടി. അപ്പോൾ നല്ല സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, അല്ലേ ആ നല്ല പാട്ട്. അപ്പോൾ നീ അൽഹംദുലില്ലാഹ്. എന്തേ പടച്ചോനെ, എൻ്റെ മോൾക്ക് നീ ആ കഴിവ് കൊടുത്തില്ലേ, എൻ്റെ മോനത് കൊടുത്തില്ലേ. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് പറഞ്ഞത്. ഞാൻ എൻ്റെ ഫിഖ്ഹ് നിങ്ങളോട് പറയുന്നത്, റബ്ബിനെ നിങ്ങൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു ഇതൊരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൻ്റെ ഭംഗി എന്താ? ഇതിൻ്റെ ഉള്ളിൽ വെച്ച സാധനം പുറത്തുനിന്ന് കാണാം. യുറാ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ വയുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ. നിന്റെ ഉള്ളിലുള്ളത് പുറത്തുനിന്നും കാണാം, നിന്റെ പുറത്തുള്ളത് ഉള്ളിൽ നിന്നാലും കാണാം. ഇപ്പൊ വെള്ളത്തിന് നമ്മളെ കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ ഈ വെള്ളത്തിന് എന്നെ കാണാൻ കഴിയില്ല, എനിക്ക് വെള്ളത്തിന് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിന്റെ ദൃഷ്ടിയുടെ മുകളിലാണ്. ഇതോ ഓക്കെ, അല്ലാഹു പടച്ച മെറ്റീരിയലിൻ്റെ ഒരു വൈവിധ്യത. എന്തൊക്കെ മെറ്റീരിയലാണല്ലോ പടച്ച്. നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ അള്ളാനെ കണ്ടോക്ക്. ഇതിൻ്റെ സ്വഭാവമല്ല ഇതിനുള്ളത്, ഇതിന്റെ സ്വഭാവമല്ല ഇതിനുള്ളത്, ഇതിന്റെ സ്വഭാവമല്ല ഇതിനുള്ളത്. അതല്ല ഇത്, അതല്ല ഇത്. മനസ്സിലായോ? ഈ വൈവിധ്യതയുടെ ചേർച്ചയിൽ അഴകാണ് വെളിവായത്. ആരുടെ അഴക്? അല്ലാഹ്. അങ്ങനെ അള്ളാഹനെ അറിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാളാ മതിയാവും. സുബ്ഹാനല്ലാഹ് പറഞ്ഞാളാ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഇപ്പൊ വെള്ളത്തിൽ ചാടി കുളിക്കാൻ കഴിയുന്നവരൊക്കെ വെള്ളത്തിൽ ചാടി തന്നെ കുളിക്കണം. എന്തുകൊണ്ട്? വെള്ളത്തിൽ നീന്തുമ്പോൾ അതിനൊരു ഭംഗിയും അതിന് നിറുവേറുണ്ട്. സത്യല്ലേ മാഷെ? അത് നീ അനുഭവിക്കണം. വെള്ളത്തിൽ നീന്തുക എന്ന് തീസിസ് എഴുതിയാൽ ഡോക്ടറേറ്റ് കിട്ടും, നിർവൃതി കിട്ടില്ല. വെള്ളത്തിൽ നീന്തുമ്പോൾ ഡോക്ടറേറ്റ് കിട്ടൂല, പക്ഷേ നിർവൃതി കിട്ടും. ഡോക്ടറേറ്റ് വാങ്ങിയവന് ശമ്പളം കിട്ടും, എന്തുണ്ടാവൂല? സായുജ്യം കിട്ടൂല. ഇവന് സായുജ്യം കിട്ടും. 10 കോടി പൈസ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒന്നും നീന്തി കുളിക്കല. അതുകൊണ്ട് നിനക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ നീ ആരെ അറിയും? അല്ലാഹ്. ആഖിറസമാന അഴക് കൊണ്ടാണ് അള്ളാഹുവിനെ പഠിക്കേണ്ടത്. ഈ കാലത്ത് നിങ്ങളെൻ്റെ കൂടെയില്ല. ഓരോ കാലത്തും അള്ളാഹിനെ പഠിക്കാൻ ഓരോ രീതിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് നരകത്തിനെ പറ്റി പറഞ്ഞ് ജനങ്ങൾ പേടിച്ചിട്ടുണ്ട്. ആ അവസ്ഥ നിലവിൽ മാറി. ഇന്ന് നമ്മൾ അള്ളാഹിനെ ഉൾക്കൊണ്ടിരുന്നത് അഴകുകൊണ്ടാണ്. നല്ല കുട്ടികൾ നല്ല വസ്ത്രം ധരിച്ച് ഒരാൾ പുറത്തു വന്നാൽ എന്താ അതിൻ്റെ അഴക്? അഴകുകൊണ്ട് അള്ളാഹിനെ മനസ്സിലാക്കുക. അത് അഴക് പടച്ചതാരാ? അല്ലാഹു. എന്താണ് ആ കഴിവ്? അപ്പൊ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അല്ലാഹുവിനെ മനസ്സിലാക്കാൻ. ഒരു ചെടിയിലേക്ക് നോക്കുമ്പോൾ ഓരോന്നിനും വൈവിധ്യത. ഒരു എന്താ പറയാ ഒരു കുരുമുളകിൻ്റെ വള്ളി. ആ കുരുമുളകിന്റെ വള്ളി ഒരു കങ്ങിലൂടെ കയറുന്നത് നോക്കി, അത് നിങ്ങൾ നോക്കി കണ്ടോക്ക്. അതിനെ മാത്രം നോക്കി. എത്ര ദിവസം പഠിച്ചാലും ബാക്കി ഉണ്ടാവും. പിന്നെ അതിൽ പഠിക്കണില്ല. അള്ളാഹു മനസ്സിലാക്കാൻ. മൊയ്തു കിഷരി വലിയ മനുഷ്യനാണ്, നല്ല ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ആളാണ്, ഭയങ്കര ഉഷാറുള്ളതാണ്. അതിന് കാരണം എന്താ? അയാൾക്ക് 4ാം ക്ലാസ് വിവരമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അയാൾ 43 രാജ്യങ്ങളിൽ സഞ്ചരിച്ചു, ലോകത്തിനെ കണ്ടു, വൈവിധ്യത കണ്ടു. അതിലൊക്കെ ആരെ കണ്ടു? അള്ളാഹിനെ കണ്ടു. അതാണ് അള്ളാഹുവിനെ കാണണം. അള്ളാഹുവിനെ കാണണം. ഒരു പാട്ട് കേട്ടാൽ അള്ളാഹിനെ കാണും. പാട്ട് കേൾക്കൽ എന്നെ അറമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അള്ളാഹ് കാണും. ഒരു പാട്ട്, ആ പാട്ടിൽ അള്ളാഹുണ്ട്. സ്വരഭംഗി. ഇന്നിപ്പോൾ നൊമാൻ എനിക്ക് ചില പാട്ടുകൾ കേൾപ്പിച്ചു തന്നു. എസ് എ ജമീലിൻ്റെ പെങ്ങള്, എസ് എ ജമീൽ സയ്യിദ, അതാണ് എസ് എ ജമീൽ.
സയ്യിദ് അഹമ്മദ് ജമീൽ, അഹമ്മദ് ജമീൽ, അതാണ് സയ്യിദ് ജമീൽ. കത്തുപാട്ടൊക്കെ എഴുതി സയ്യിദാണ്. അവരുടെ ഒരു പെങ്ങളുണ്ടായിരുന്നു ജമീല ബീവി. അവരെഴുതിയ കുറച്ച് പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ പിന്നീട് യേശുദാസ് പാട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ മോനൊരു പാട്ടുകാരനാണ്, നല്ല മനോഹരമായ പാട്ടുകാരനാണ്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ഇന്ന് ഈ യാത്രയിൽ പിന്നെ എന്നെ കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചില പാട്ടുകളൊക്കെ മനോഹരമായ പാട്ടുകളാണ്, ഒക്കെ അള്ളാഹിനെ പറ്റിയാണ്, അല്ലെങ്കിൽ റസൂലിനെ പറ്റിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു കണ്ടത്തുനിന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കർണാട്ടിക് സംഗീതം എന്നെ ഒരു ഹൈന്ദവ ആചാര്യൻ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലത് കർണാട്ടിക് അല്ല ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അങ്ങനെ ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചു. ചില പാട്ടുകളുണ്ട് അതിമനോഹരമായ പാട്ടുകൾ. അതൊക്കെ അതൊക്കെ ഒരു കണ്ടത്തിൽ അത് ഇട്ടുകൊടുത്ത റബ്ബിൻ്റെ കഴിവെത്രയാണ്. അപ്പം അത് കേട്ടിട്ട് എന്ത് പറയാം, സുബ്ഹാനല്ലാഹ്. അല്ലാതെ സ്വർഗം കിട്ടാൻ വേണ്ടി 33 എൻ്റെ ലക്ഷ്യം എന്താ? അള്ളാഹിനെ കാണലല്ല, അള്ളാഹിൻ്റെ അഴകറിയലല്ല. നിനക്കെന്താ ലക്ഷ്യം? പറയും മന്തി തിന്നണം. എവിടെ പോയിട്ട്? സ്വർഗത്തിൽ പോയി മന്തി തിന്നണം. അവിടെ നമ്മൾ വിചാരിക്കുമ്പോഴത്തേന് പറവകളൊക്കെ അങ്ങനെ എന്ത് ചെയ്യാണ്? പൊരിച്ചിട്ടും ചാടുകയാണ്. പൊരിക്കാൻ വരെ നേരല്ല. നമുക്ക് തിന്നണ പണി, അത് ഞങ്ങൾക്ക് പൊരിച്ച് ചാടുന്ന പണി. ഇതൊക്കെ വളരെ ചിന്തിക്കണം. അതിലൊക്കെ തന്നെയും വീണ്ടും ആലോചിക്കണം, എന്താണ് ആ പറഞ്ഞത്? അല്ലാഹു അഅലം. സ്വർഗം ഇതുവരെ മനസ്സിലാകാത്ത ഒരു മനുഷ്യനെ കാണണമെങ്കിൽ എന്നെ നോക്കിക്കോളി. എനിക്ക് ഇതുവരെ സ്വർഗം എന്താ മനസ്സിലായിട്ടില്ല, നരകവും മനസ്സിലായിട്ടില്ല. അതൊരു മെറ്റീരിയൽ അല്ല എന്നുള്ള വാദമൊന്നും എനിക്കില്ല. പക്ഷെ അതൊന്നും ഞാൻ ഈ വിചാരിച്ചൊന്നും ആവൂല. അതൊന്നും നമുക്ക് ആവൂല, അതൊന്നും ആവൂല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു അബുദാബി രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ രുചി നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് കഴിയൂല. നമുക്ക് ഇന്നാലിൻ്റെ ഹോട്ടലിൽ പോയാൽ അത് കിട്ടൂല. മനസ്സിലായില്ല? അബുദാബിയിലെ രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരും ഉണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണത്തിൻ്റെ രുചി, ഭക്ഷണത്തിൽ ഒരു ഖേദം ഇന്ന് മാറിയിട്ടുമില്ല. അതിന് കാരണം എന്താ? രാജകൊട്ടാരത്തിലെ ഭക്ഷണം വിരുന്ന്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് വന്ന പല പ്രബോധകരുണ്ട്. ആലിക്കുട്ടി സാറുണ്ട്, ഞാനും ഉണ്ട്, ഇങ്ങനെയുണ്ട്, ഡോക്ടർ ഹംസ യൂസഫ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ രാജകൊട്ടാരത്തിലെ വിരുന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഇരുന്നു. 2 മിനിറ്റ് 3 മിനിറ്റ് ആയപ്പോഴത്തേനും ഓരോരുത്തരും എണീറ്റ് കൈ കഴുകി. അതിൽ നല്ലൊരു ശമനം കൊട്ടാരത്തിൽ തന്നെ പറക്കണവരായിരിക്കും, അവർക്ക് അങ്ങനെ കൈ കഴുകുക. കാരണം ഇതിന് സമാനമായ ഭക്ഷണമാണോ അവർ ഓരോ ദിവസവും കഴിക്കുന്നത്. നമ്മളത് കൈ കുത്തിയിട്ടേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ആ മേശപ്പുറത്തുള്ള സാധനങ്ങൾ മുഖം ഉയർത്തി ഒന്ന് നോക്കാൻ വരെ അവസരം ഉണ്ടാകുന്നതിന് മുമ്പ് എണീക്കേണ്ടി വന്നു. അവരിനി എണീക്കാത്തത് നമ്മളെ മരച്ചീനിയും കാച്ചിലും നല്ല ചാളമത്തിൻ്റെ കറിയും വെച്ചു കൊടുത്താൽ ഈ കൊട്ടാരത്തിലെ ആളുകൾ പെട്ടെന്ന് എണീക്കൂല. എന്തുകൊണ്ട്? അവർക്ക് വൈവിധ്യത വന്നു, അതിലവർക്ക് അഴകില്ല, അതിലാണ്. അപ്പൊ എനിക്കത് കാണിച്ചു തരാൻ കഴിയും എന്നതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ പാരഡൈസിനെ നമുക്ക് പറയാൻ കഴിയില്ല. അതെന്താണ് എനിക്കറിയില്ല. എന്തോ ആണ്, നമ്മൾ വിചാരിച്ച ഒന്നല്ലത്, അതിൻ്റെ ഒക്കെ പുറത്തേക്കും അള്ളാഹ് നമുക്ക് തുറന്നു തരട്ടെ. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് അള്ളാഹുവിനെ. അതിന് കാണുക, ഇതൊക്കെ കാണണം. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു അഴകാണത്. മുഹമ്മദ് അത് അഴകാ. وأجمل منك لم ترى قط عيني وأجمل منك لن ترى قط عيني وأجمل منك لم ترى قط عيني وأحسن منك لم تلد النساء وأجمل منك لم ترى قط عيني وأجمل منك لم ترى قط عيني وأحسن منك لم تلد النساء. അങ്ങേക്കാൾ ഒരഴകുള്ളവനെ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല. وأجمل منك لم ترى قط عيني. ഒരു മനുഷ്യനില്ല എന്നല്ല, ഒരഴകില്ല. അതൊരു ഉൾക്കൊള്ളല. അതൊരു ഉൾക്കൊണ്ട മനസ്സിനെ അത് പറയാൻ കഴിയുള്ളൂ.
പിന്നെ അവർ വലിഞ്ഞു പോവുക. റോട്ടിൻ്റെ പക്കത്ത് നിൽക്കുന്ന പൂവാലന്മാർ അവരുടെ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ അവർ വൈകുന്നേരം ഒരു പണിയില്ല നടക്കണവരായിരിക്കും. അവരങ്ങനെ പോവും. ചിലപ്പോൾ അവർ ബീച്ചിലെത്തും, ചിലപ്പോൾ രാഷ്ട്രത്തിലെത്തും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അതുതന്നെയാണ് മോമിൻ. മോമിൻ അഴകന്വേഷിച്ചെടുക്കുക. ആരുടെ? അള്ളാഹുവിന്. ഓൻ അള്ളാഹുവിൻ്റെ എൻ്റെ പരിശുദ്ധ ജമാലിൻ്റെ പൂവാലന. ഓനങ്ങനെ പോവാ. ഓ എവിടെ എത്തും? ഓ എവിടെ എത്താം? നരകത്തിലെത്താം. തേടി തേടി പോയപ്പോൾ നരകത്തിലാണ് എത്തിയത്. നീ അങ്ങനെ കൂടെ നരകത്തിലെത്താൻ കൊതിച്ച ആളുകളുമില്ലേ? അങ്ങനെയുണ്ടല്ലോ, നരകത്തിലെത്താൻ കൊതിച്ചവരുണ്ട്. എന്തുകൊണ്ട്? ആശിക്കണേ ഞാൻ നുള്ളിയതുപോലെ. മനസ്സിലായില്ല. ഒരു നുള്ള ഒരു വിഷയമാവില്ല. അതിനേക്കാൾ വലിയ സംഗതി കാണുകയാണെങ്കിൽ ഞാൻ നരകത്തിലെത്താന്ന് പറയല്ല, അതിനും കൊതിച്ചു പോകും. ആര്? അടിമ. എന്താഗ്രഹം? എന്തറിഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അഴകറിഞ്ഞാൽ. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ മുഹമ്മദ് ഒരു അഴക സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഒരു അഴക സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര തന്നെ മുഹമ്മദ് ഒരു അഴക സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ. അബൂബക്കറെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. അത് വേറൊരാൾ പറഞ്ഞാൽ അത് പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി പറഞ്ഞാന്ന് വിചാരിക്കാം. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പൊ ഇന്ന് ഒരു തങ്ങളെ പിന്നാലെ ഒരാൾ വിടാതെ നടക്കുകയാണെങ്കിൽ എനിക്ക് തങ്ങളെ വിടാൻ തോന്നണില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. ഓൻ MLA ആകാൻ പൂതിണ്ടാവും, സീറ്റ് കിട്ടാൻ പൂതിണ്ടാവും, പഞ്ചായത്ത് മെമ്പറെങ്കിലും ആക്കുമെന്ന് മോഹമുണ്ടാവും. അതെ അതെ, അങ്ങനെ ഇത്. അപ്പൊ ഇപ്പൊ മുനാഫിക്കാന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലായാൽ പിന്നെയും 10 കൊല്ലമായിട്ടാണ്. ഗൾഫിൽ നിന്ന് ഗൾഫ് നിർത്തി വന്നിട്ട് എല്ലാ കല്യാണത്തിനും എല്ലാ അടിയന്തരത്തിനും എല്ലാ മരണത്തോടത്തും തലട്ട് തല്ലി ഓടി നടന്നിരുന്ന മനുഷ്യന്മാരെ എനിക്കറിയും. ആ നാട്ടുകാർ മുഴുവൻ പ്രശംസിച്ചു. ഓൻ പഴയ ആളൊന്നുമല്ല കേട്ടോ, എവിടെ ഒരു വിഷയം ഉണ്ടെങ്കിലും ഓനില്ല. പിന്നെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പറഞ്ഞു, എന്ത് കുഞ്ഞാനെ നിർത്തിയാൽ ഉറപ്പന് ജയിക്കും. അപ്പം പിന്നെ കുഞ്ഞാനാണ് നിർത്തി. അപ്പോൾ കുഞ്ഞാന് മനസ്സിലാവും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. കുഞ്ഞാൻ ആൺകുട്ടിയാണ്. മനസ്സിലായില്ല. കുഞ്ഞാനിവിടെ ആൺകുട്ടിയത് എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ ലേശം കണ്ട അടിയന്തരത്തേക്കും ഒന്നും മെനക്കെട്ടാണ്ട് ഇറങ്ങണം. അതിപ്പോൾ ഏത് കച്ചവടത്തിനും മെനക്കെട്ട് ഇറങ്ങണമല്ലോ. മെനക്കെട്ട് ഇറങ്ങിയ കുഞ്ഞാന് മനസ്സിലായി എന്ത് അടുത്ത മെമ്പർ ഞാൻ തന്നെയാവും. അതിൻ്റെ മുമ്പ് സീനിയർമാർ വരെ ഉണ്ട്. ഈ സീനിയർമാർ വരെ തള്ളിയിട്ടാണ് ഇവിടെ ജൂനിയറിന് എന്ത് കൊടുത്ത് മെമ്പർ. എന്തുകൊണ്ട്? സർവ്വസമ്മതൻ. എങ്ങനെ സർവ്വസമ്മതനായി? മരിച്ചുന്ന് കേട്ട് അവിടെ ചെന്നിറങ്ങും. പിന്നെ ആ പരില ആണുങ്ങളും മക്കളൊക്കെ പറഞ്ഞാലും ഓനോട് ഉത്തർക്കും. ജനങ്ങൾ പറയും, ഇങ്ങനെ ഒരു മനുഷ്യനെ എവിടുന്ന് കിട്ടാൻ? എല്ലാ അടിയന്തരത്തിനും കല്യാണത്തിന് പോലെ ലക്ഷ്യമുണ്ട്. ഇതാരാ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള അമൽ ഏതാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞത് ആരാ? അപ്പൊ എന്താണത്? അതെന്താ? ഇപ്പൊ ഞാൻ, എൻ്റെ പേരെന്താ? ഷഹീറെ. ഞാൻ തന്നെ അങ്ങനെ നോക്കി. പിന്നെ നോക്കി കുറെ നേരം നോക്കിയാൽ നിനക്ക് ഡൗട്ടോ? എന്ത് ഉസ്താദിനെന്തോ പറ്റിയോ? നിന്നെ ഞാൻ നോക്കുന്നതിനൊരു പരിധിയില്ലേ? ഇതൊരു മനുഷ്യൻ പറയാണ് എന്ത് എന്നാ പരിധി ഉണ്ടാവില്ല. നിന്നെ ഞാൻ കുടിച്ചു, നിന്നെ ഞാൻ കുടിച്ചു. നിന്റെ ഭാര്യ നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഓളെ കണ്ടാൽ നിനക്ക് മതിയാവില്ല. നിന്റെ ഉമ്മാനെ നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാനെ കണ്ടാൽ നിനക്ക് മതിയാവില്ല. ആണോ? അല്ലേ? ഒരിക്കൽ മതിയാവില്ല. പിന്നെ അവിടെ തന്നെ ഒന്ന് തീർക്കും. ഈ അമായത്തിന് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാരെ അതൊന്ന് തീർക്കും. ഈ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ഇരിക്കും. കച്ചവടത്തിന് മടിയേറ്റേ പോളൂ. എന്നോടും ഉമ്മാനെ കണ്ടിരിക്കണം. ഏതോടോ ഇമ്മ 90 വയസ്സായി തൊണ്ടി തള്ള എത്ര കാലമായി കാണുന്നു? അതിൻ്റെ കാരണം ഇജ്ജ് അവിടെ കാണുന്ന ഉമ്മാൻ്റെ ഇതൊന്നുമല്ല. ഉമ്മാൻ്റെ ഒരു ഇതിനൊക്കെ അപ്പുറത്ത് വാക്കുകൊണ്ട് പറയാത്ത ഒരു സംഗതി ഉമ്മായിൽ കിടക്കുന്നുണ്ട്. അതിനിച്ച് കാണുകയാണ്. അതിന് അവസാനമില്ല. അത് റൂഹിനെ കാണാൻ കണ്ടു തീർക്കാൻ കഴിയൂല. അതാണ് ഉൾക്കൊള്ളല്. മനസ്സിലായി? എന്തുകൊണ്ട് ശുർബി ഇങ്ങോട്ട് കുടിച്ചു? മുസ്തഫ നബിയെ കുടിച്ചു സയ്യിദുനാ സിദ്ദീഖ്.
മുസ്തഫാ നബിയെ കുടിച്ചപ്പോൾ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നിസ്കാരമല്ല, എന്താണ്? നബി നോക്കി കുതിരിക്കുക. ചിലർക്കത് ഭാര്യയെ നോക്കിയിരിക്കുക, ചിലർക്കത് ഭർത്താവ് നോക്കിയിരിക്കുക, ചിലർക്ക് അത് ബാപ്പാ നോക്കുക, അമ്മ നോക്കുക, നേതാവ് നോക്കുക. സിദ്ദീഖുൽ അക്ബറിന് നോക്കുക, ഷൂബി സയ്യിദുനാ ബിലാൽ നാട് വിട്ടുപോയി. എന്തുകൊണ്ട്? മദീനയിലെ സൗന്ദര്യം നബിയില്ലാതെ കാണാൻ വയ്യ. അങ്ങനെയുണ്ടാവും. പ്രേമം കൂടിയാൽ ഒഴിവാക്കും, പ്രേമം കൂടിയാൽ പറ്റും, പ്രേമം കൂടിയാൽ വിട്ടുപോകും. ഇനി മദീന കാണാൻ വയ്യ. എന്തുകൊണ്ട്? മദീന നബിയില്ലാതെ കാണാൻ വയ്യ. പിന്നെ സിറിയെ പോയി പെണ്ണ് കെട്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രാത്രി ഇരുന്ന് കരഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തിനാ കരയാണ്? അപ്പോൾ പറഞ്ഞു, ജാഅനി റസൂലുള്ളാഹി ഫിൽ മനാം, രാത്രി റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നു. എന്ത് വിരഹമാണിത്, എന്തൊരു ഒഴിവാക്കലാണിത്, എന്തിപ്പോൾ നിനക്ക് പറ്റിയത് ബിലാൽ? ഞാൻ ഭൂമിക്ക് മുകളിൽ താഴേക്കിറങ്ങിയതോടുകൂടെ നീയും ഞാനും തമ്മിൽ ഒന്നിച്ച് നടന്ന മദീന തന്നെ നീ വിട്ടോ. അപ്പം ഇരുന്ന് കരഞ്ഞു. പിന്നെ മദീനയിൽ പോയി. മദീനയിൽ പോയപ്പോൾ ആളുകൾ കൂടി നിർബന്ധിച്ചു, ഒന്ന് ബാങ്ക് കൊടുക്കി. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വയ്യ. എന്തുകൊണ്ട്? അതിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന പദമുണ്ട്. ആ പദം ഉറക്കെ പറയാൻ കഴിയില്ല, അത് ഷുർബലാണ്. നമുക്ക് എത്ര ആയിരം വട്ടാനും പറയാൻ ബിലാലിനെ തുറക്കെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? നബിയെ കുടിച്ചു. ഒരു വട്ടം പറയാൻ കഴിയില്ല. എത്ര വട്ടം ബിലാൽ അങ്ങനെ ബോധം കിട്ടുമെന്ന് അറിയോ? അങ്ങനെ മദീനക്കാർ നിർബന്ധിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ തങ്ങൾ നിർബന്ധിച്ചപ്പോൾ ബാങ്ക് കൊടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ കഴിഞ്ഞില്ല. ബോധം കിട്ടുന്നു. പറയാൻ കഴിയില്ല. അത് ഷുർബി പോയി. ആരെ കുടിച്ചുപോയി? ആരെ? അള്ളാഹുവിൻ്റെയും റസൂലിനെയും കുടിക്കലിനാണ് ഇസ്ലാം എന്ന് ഈമാൻ എന്നും പറയാം. അതാണത്. സ്കരണവുമ്പൊക്കെയിലേക്കുള്ള വഴികളാണ്. അത്രയേ ഉള്ളൂ. ഇനി വഴികളിൽ നിന്ന് ഒരാൾക്ക് ഒരു വസ്തു കിട്ടിക്കോണമെന്നില്ല. വഴി അതാണെന്നേ ഉള്ളൂ. ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. പിന്നെ ഒരിക്കൽ കരഞ്ഞിട്ടുണ്ട്, ബോധം കിട്ടു. എന്നറിയോ? ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കി സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് അബൂ ഉബൈദയുടെ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ. അപ്പോൾ ക്രിസ്തീയ പാതിരി ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടിട്ട് നഗരമേൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നഗരത്തിലേക്ക് വന്നു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. ബൈത്തുൽ മഖ്ദിസിന് മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ആരോട്? ബിലാലിനോട്. കൊടുക്കൂലാർന്നു. നിർബന്ധിച്ചു. കൊടുക്കൂലെന്ന്. കഴിയൂല എന്ന് പറഞ്ഞു. ഡമാസ്കസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ആര്? ഡമാസ്കസിൽ നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്നു. ആര്? ബിലാൽ. അപ്പോഴുള്ള എല്ലാവരും പറഞ്ഞു. മുആദ് ഇബ്നു ജബൽ നിർബന്ധിച്ചു. മുആദിനെ വലിയ ഇഷ്ടം. ആർക്ക്? ബിലാൽ. എല്ലാവരും ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. എല്ലാവരും ഉണ്ട്. നിർബന്ധിച്ചു. ബാങ്ക് കൊടുത്തു. ഫമാ കമ്മല ദാലിക്കൽ അദാൻ, ആ ബാങ്കും ബിലാൽ പൂർത്തിയാക്കിയില്ല. റളിയല്ലാഹു അൻഹു. ഫലമ്മാ ഖാല അഷ്ഹദു അന്ന മുഹമ്മദൻ ഫതഹ, ബോധം കിട്ടു. പറയാൻ കഴിയില്ല. ആ ബാങ്ക് കേട്ടവരൊക്കെ കരഞ്ഞു. ഹത്താ സാറ മുആദ് ഹത്താ സാറ ഖൗസൻ, ഒരു വില്ല് പോലെ വളഞ്ഞു കുത്തി. ആര്? മുആദ് ഇബ്നു ജബൽ കരഞ്ഞിട്ട്. ആ ബാങ്ക് കേട്ടിട്ട് എന്താവും? ആ ബാങ്ക് കേട്ടത് റസൂലുള്ളാഹിന്റെ കാലത്താ. അപ്പം മനസ്സിൽ ആരും നിറഞ്ഞു? റസൂലുള്ളാഹി നിറഞ്ഞു വന്നു. ആ ബാങ്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അതാണ് ദീന്. അഴകാണ്. അള്ളാഹുവിൻ്റെ അഴക് കാണണം. അതിന് നിമിത്തങ്ങളാണ് ഇതൊക്കെ. ഇതെൻ്റെ അള്ളാഹിൻ്റെ അഴകുകളാണ്. എല്ലാം അള്ളാഹിൻ്റെ അഴകാണ്. ഒരു പുഴ പറ്റിപ്പോയാൽ നമുക്ക് വേദന തോന്നണം. മനുഷ്യന്മാർക്ക് വെള്ളം കിട്ടാത്തത്, വെള്ളത്തിന് ചിലപ്പോൾ മുനിസിപ്പാലിറ്റി പരിഹാരം ഉണ്ടാക്കും. പക്ഷേ ഒരു അഴക് അവിടെ നഷ്ടപ്പെട്ടു. നിങ്ങളിൻ്റെ കൂടെയില്ല. സത്യമല്ലേ? ഒരു പുഴ വറ്റുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് പുഴൻ്റെ വണ്ടി പോകുമ്പോൾ ഒരു പുഴ വറ്റി എന്നത് കാണുമ്പോൾ ദുഃഖം തോന്നിയ ആളുകൾക്ക് കൈപ്പൊക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്ര എനിക്ക് ദുഃഖം തോന്നുന്ന സംഗതിയില്ല. എന്തുകൊണ്ട്? ആ പുഴ ഒരു അഴകാണ്. ഈ പ്രകൃതിയുടെ ഒരു അഴകാണ്. അത് നഷ്ടപ്പെട്ടു പോയി. വെള്ളത്തിന് പരിഹാരം മുനിസിപ്പാലിറ്റി ചെയ്യും. വെള്ളത്തിൻ്റെ പ്രശ്നമല്ല ആര് ചെയ്തത്.
വെള്ളം എത്തിക്കുന്ന പണിയല്ല ആരുടേത്? പുഴയുടേത്. പുഴ എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യത്തിൻ്റെ ഒരു ഒഴിച്ചു മാറ്റാനും പറിച്ചു മാറ്റാനും പറ്റാത്ത ഒരു സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. അവിടെ നമ്മൾ അള്ളാനെ കാണും. അത് ഒറ്റയാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു പുഴ, ആ കുറച്ച് പുഴമാട്, ആ കുറച്ച് മണൽ, ഇതൊക്കെ കൂടിക്കിടക്കുന്നൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം എത്രയാണ്? നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. ഇനി വെള്ളമില്ലാത്ത മരുഭൂമി, നിങ്ങൾ മരുഭൂമിയെ കുറ്റം പറയല്ലോ. മരുഭൂമി പോലെ സൗന്ദര്യം എന്താണ്? അത്ഭുതമാണ് മരുഭൂമി. ഞാൻ ആടുജീവിതം വായിക്കാൻ കാരണം വായിച്ച ഒരാൾ മരുഭൂമിയെ കൂടെ കഥയെന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയെ വായിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ആടുജീവിതം ഞാൻ വായിച്ചത്. സത്യത്തിൽ അതൊരു ക്ലാസിക്കൽ നോവലല്ല, ഒന്നുമല്ല. വായനയുടെ ആഴം നഷ്ടപ്പെട്ടു പോയി എന്നതിനുള്ള തെളിവാണ് ആടുജീവിതം ചർച്ചയാക്കപ്പെട്ടത് എന്നാണ് ഈ എസൻസ് ഓഫ് ദി സ്പീച്ച് ഓർ സെന്റൻസ് ഓഫ് ദി സ്പീച്ച്. ആടുജീവിതം ചർച്ചയാക്കപ്പെട്ടു എന്നതിൽ നമ്മൾ ലജ്ജിക്കുകയാണ് വേണ്ടത്. വായനയുടെ ആഴം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ബെന്യാമീൻ്റെ ആടുജീവിതം ചർച്ചയാക്കപ്പെട്ടത്. അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം പോലും അല്ലത്, ഒരു വേസ്റ്റാണ്, ഒരു പുസ്തകമല്ലത്. അഴകുള്ള എത്ര പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ പറയുക? കാരണം എഴുത്തുകാർക്ക് എന്താ അനുഭവങ്ങളില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. ഞാൻ അങ്ങോട്ടും പോകുന്നില്ല, ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പം മരുഭൂമി അതിലൊരു സൗന്ദര്യമുണ്ട്. ഞാൻ ഒരുപാട് തവണ സിനായ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകും, തിരിച്ചു വരുമ്പോൾ സിനായ് മരുഭൂമിയിലൂടെ വരും. എനിക്ക് ബൈത്തുൽ മുഖദ്ദസിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം സിനായ് മരുഭൂമിയിലൂടെ പോരലാണ്. ബൈത്തുൽ മുഖദ്ദസിനെ എനിക്ക് വീട്ടിലിരുന്നും കാണാൻ കഴിയും. പക്ഷെ സിനായ് മരുഭൂമിയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. എല്ലാം ഉണ്ട്. സിനായ് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ സാധുക്കളായ കുട്ടികൾ വരും. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും, പൈസ കൊടുക്കും. അപ്പോൾ അവർക്ക് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ദുഃഖം വരും. കുറേ മനുഷ്യന്മാരുടെ കഷ്ടപ്പാട്. വെള്ളമില്ല, കുപ്പിവെള്ളമൊക്കെ ചോദിച്ചു വരും. കാരണം പരിസരത്തൊന്നും വെള്ളമില്ല. അവിടെയും കുടുംബങ്ങൾ പാർക്കുന്നുണ്ട്, കുറേ കുടുംബങ്ങളുണ്ട് സിനായ് മരുഭൂമിയിൽ. അവർ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പൈസ കിട്ടിയാലും അതും കൊണ്ട് ഓടും. ആ ഓട്ടം നോക്കി നമ്മൾ കരിഞ്ഞു പോകും. ആ ഉമ്മാർക്ക് കൊടുക്കാനായിരിക്കും ഓടുന്നത്. അത് ഓടുമ്പോഴാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നുക. പിന്നെ കുറച്ചു നേരം കൂടി ഞങ്ങൾ ബസ് നിർത്തിയിട്ടു, ഒരു കുട്ടിയും വന്നില്ല. ആ കുട്ടി എവിടേക്ക് ഓടിയെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ വേദനയോടെ തിരിച്ചു പോന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട്. അത് സിനായ് മരുഭൂമിയിൽ ഒരു രാത്രി സെൻറ്റ് കാത്രീനിൽ ഞാൻ താമസിച്ചു. അത് 2007 എൻ്റെ ഓർമ്മ. എൻ്റെ അറ അന്ന് തുറന്നു കിട്ടി. ആ രാത്രി എൻ്റെ അറ തുറന്നു. ഞാൻ സിനായ് മരുഭൂമിയിൽ താമസിച്ചു. 2007 or 2008. 2007 ആവാനാ സാധ്യത. അങ്ങനെ സിനായ് മരുഭൂമിയിൽ സെൻറ്റ് കാത്രീനിൽ താമസിച്ചു. ആ രാത്രി ഞാൻ 1.5 മണിക്കൂർ ഉറങ്ങിയപ്പോഴത്തേനും ഒരു 48 മണിക്കൂർ ഉറങ്ങിയ അവസ്ഥ. ഉറക്ക തന്നെ മറന്നുപോയി. 1.5 മണിക്കൂറിൻ്റെ ഒക്കെ മറന്നു. അപ്പോഴത്തേനും മൂസാ നബി ഇങ്ങോട്ട് വന്നു. മനസ്സിൻ്റെ ചിത്രത്തിൽ മൂസാ നബി വന്നു. ആ തൊട്ടടുത്താണ് ആടുകളെ നിർത്തിയിട്ട് അള്ളാഹുമായി മുനാജാത്തിന് പോയിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാൽ നിങ്ങൾ സിനായി കാണണം. അവിടെ മൂസായുണ്ട് അലൈഹിസ്സലാം. ബേണിംഗ് ബുഷ് ഞാൻ കണ്ടതിന് കയ്യും കണക്കില്ല. ആ മരം ഇപ്പോഴും ഉണ്ട്. 2000 ചില്ലാനും കൊല്ലങ്ങളായി. 2000 എന്നല്ല, 3000 BC 15ാം നൂറ്റാണ്ടിലാണ് സയ്യിദ്നാ മൂസ. AD 21ാം നൂറ്റാണ്ട്. അപ്പോഴും നമ്മളും മൂസായും തമ്മിൽ അലൈഹിസ്സലാം 3500 വർഷത്തിൻ്റെ വ്യത്യാസം. ആ മരം ഇപ്പോഴും ഉണ്ട്. ആ മരം ഇപ്പോഴും ഉണ്ട്. ആ മരുഭൂമിയുടെ നടുവിലൊരു മരം. ആ മരത്തിൻ്റെ അടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു കുന്നിനപ്പുറത്ത് പാർക്കാണ്. ഒരു രാത്രി കഴിച്ചുവിട്ട് ഉറങ്ങാൻ കിടന്നു. ഒരു 10 മണിക്കോ മറ്റോ ഉറങ്ങാൻ കിടന്നു. 11-11:30 പിന്നെ ഉറങ്ങിയില്ല. നേരെ പോൽക്കുന്നത് ഉറങ്ങിയില്ല. ഉറക്കേ വന്നില്ല. മൂസാ നബി അല്ലാതെ മനസ്സിലില്ല അലൈഹിസ്സലാം. പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചു. പിന്നെ അങ്ങനെ ഇരുന്നു. അതൊരു അതിൻ്റെ ജീവിതത്തിൽ ഇതിന് സമാന അനുഭവമില്ല. ഞാൻ പറഞ്ഞില്ലേ, സിനായ് ഒരു അഴകാണ്. ആരുടെ? അതൊക്കെ അഴകാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അഴകാണ്. അപ്പം നമ്മൾ ഈ ആയുസ്സ് മുഴുവനും അള്ളാഹുവിൻ്റെ അഴക് കാണാൻ വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.